ഒട്ടനേകം ചരിത്രങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹറം മാസം. അള്ളാഹു ഈ മാസത്തിൽ പല പ്രവാചകന്മാരെയും പരീക്ഷണങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ പ്രവാചകനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. 136 പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമയെ ഫിർഔനിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും അള്ളാഹു രക്ഷിച്ചത് മുഹറം 10 ആശൂറാ ദിനത്തിലായിരുന്നു. അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് വലിയ ദൈവം എന്ന് വാദിച്ച ഫറോവയുടെ വാദം ശരിയില്ല എന്നും അള്ളാഹുവാണ് ഉന്നതനായ റബ്ബെന്നുമുള്ള മൂസാ നബിയുടെ ഏകദൈവ വിശ്വാസത്തിലും പ്രബോധനത്തിലും വിറളി പൂണ്ട ഫിർഔൻ മൂസാ നബിയെ അപായപ്പെടുത്താൻ കിട്ടിയ അവസരങ്ങളൊന്നും പാഴാക്കിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിനം അള്ളാഹുവിന്റെ വഹി വരികയാണ്. വലഖദ് ഔഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി, എന്റെ ദാസന്മാരെയും കൊണ്ട് രാത്രി പുറപ്പെടാൻ മൂസാ നബി അലൈഹിസ്സലാമയ്ക്ക് നാം ബോധനം നൽകി. മിസ്രിൽ നിന്നും മൂസാ നബിയും അനുയായികളായ ബനൂ ഇസ്രായേലും ഫലസ്തീനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇതറിഞ്ഞ ഫിർഔനും സൗനിയും മൂസാ നബി അലൈഹിസ്സലാമയെ പിടികൂടാൻ പുറപ്പെട്ടു. ഇപ്പോൾ മൂസാ അലൈഹിസ്സലാമയുടെയും കൂട്ടരുടെയും മുന്നിലുള്ളത് ചെങ്കടലും പിന്നിലുള്ളത് ഫറോവയും കൂട്ടരുമാണ്. കടലിന്റെയും ചെകുത്താന്റെയും ഇടയിലായതുപോലെ സംഭവം സൂറത്തു ശുഅറായിലൂടെ അള്ളാഹു വിവരിക്കുന്നു. ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ 2 സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസായുടെ അനുചരന്മാർ പറഞ്ഞു, തീർച്ചയായും നാം പിടിക്കപ്പെടാൻ പോവുകയാണ്. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എന്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുക തന്നെ ചെയ്യും. ഉടൻ തന്നെ മൂസാ നബിക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു. ഫളിരിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബസാ, അനുയായികൾക്ക് വേണ്ടി സമുദ്രത്തിലൂടെ ഒരു ഉണങ്ങിയ വഴി നീ തെളിച്ചു കൊടുക്കുക. ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ, ശത്രുക്കൾ പിന്തുടർന്ന് എത്തുമെന്ന് പേടിക്കേണ്ട, യാതൊന്നും ഭയക്കേണ്ടതുമില്ല. അനിദ്രിബ് ബിഅസാകൽ ബഹർ, താങ്കളുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് കടലിൽ അടിക്കൂ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ അലൈഹിസ്സലാം വടികൊണ്ട് ചെങ്കടലിൽ അടിച്ചു. ഫൻഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൂദിൽ അലീം, അപ്പോൾ കടൽ പിളരുകയും വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെ ആയിത്തീരുകയും ചെയ്തു. ആ വഴിത്താരയിലൂടെ മൂസായും പരിവാരങ്ങളും കടലിനക്കരയെത്തി. അപ്പോൾ ഫിർഔൻ പറഞ്ഞു, അലൈസലി മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ അധികാരം എനിക്കുള്ളതല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികൾ ഒഴുകുന്നത് എന്റെ അധീനതയിലൂടെയല്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? മൂസാ നബി രക്ഷപ്പെട്ട വഴിയിലൂടെ ഫിർഔനും സൗനിയും കടലിലേക്ക് ഇറങ്ങി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫിർഔൻ തന്റെ സൈന്യങ്ങളുമായി മൂസാ നബി അലൈഹിസ്സലാമയെയും അനുയായികളെയും പിന്തുടർന്നു. അപ്പോൾ കടലിൽ നിന്നും അവരെ പൊതിഞ്ഞതെല്ലാം പൊതിഞ്ഞു. വെള്ളം ഫിർഔന്റെയും കൂട്ടരുടെയും മേൽ വന്നു മൂടി. അവരെല്ലാവരും വെള്ളത്തിൽ മുങ്ങിച്ചത്തു. മൂസായും പരിവാരങ്ങളും കടല് പിളർത്തി കരക്കണയുമ്പോൾ മൂടൻ ഫറോവയും കൂട്ടരുമന്ന് കടലിലമരുന്നേ. വഅളല്ല ഫിർഔന ഖൗമഹു വമാ ഹദാ,
ഫിർഔൻ തന്റെ ജനതയെ വഴിപിഴപ്പിച്ചു. അവൻ ആ ജനതയെ നേർമാർഗത്തിലാക്കിയതുമില്ല. ഏകാധിപതിയും അഹങ്കാരിയും ദുഷ്ടനുമായ ഫറോവയുടെ മൃതശരീരം ഗുണപാഠത്തിന് വേണ്ടി അള്ളാഹു സംരക്ഷിച്ചു. ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിൽ ഇന്നും അതുമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً. പിൻഗാമികൾക്ക് ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി ഇന്നേ ദിവസം നിന്റെ ശരീരത്തെ നാം സംരക്ഷിക്കും. وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ. അധികം ആളുകളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരാണ്.